തൃശൂർ പുതുക്കാട് ദേശീയപാതയിൽ വാഹനാപകടം. പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. പട്ടാമ്പി സ്വദേശി മേലേതിൽ വീട്ടിൽ റിജോസ് ആണ് മരിച്ചത്. കൊറിയർ സർവീസിന്റെ മറവിൽ കഞ്ചാവ് കടത്ത് നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തൊടി വീട്ടിൽ അഭിഷേകിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശക്തമായ മഴയിൽ കുഴൂരിൽ തിരുത്ത ഹെൽത്ത് സബ് സെന്ററിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. സംരക്ഷണ ഭിത്തിയും മോട്ടോറും ഉൾപ്പെടെ നശിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ പുതുക്കാട് ദേശീയപാതയിൽ ദാരുണ വാഹനാപകടം. പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. പട്ടാമ്പി തിരുമറ്റക്കോട് സ്വദേശി മേലേതിൽ വീട്ടിൽ 22 വയസ്സുള്ള റിജാസ് ആണ് മരിച്ചത്. ബൈക്കിലുണ്ടായിരുന്ന യുവതിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് ദേശീയപാതയിൽ സിഗ്നലിന് സമീപം ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് സിഗ്നലിൽ നിർത്താൻ ശ്രമിക്കുന്നതിനിടെ പുറകിൽ നിന്ന് അമിത വേഗതയിൽ എത്തിയ പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ പട്ടാമ്പി തിരുമിറ്റിക്കോട് സ്വദേശി മേലേതിൽ വീട്ടിൽ 22 വയസ്സുള്ള റിജാസ് ആണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന പാലക്കാട് സ്വദേശി ശ്രീഷ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന 3 കാറുകളിലേക്കും ഇടിച്ചു കയറി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പരിക്കേറ്റ റിജാസിനെ ഉടൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ ശ്രീഷ്മയെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പുതുക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. കൊറിയർ സർവീസിന്റെ മറവിൽ കഞ്ചാവ് കടത്ത് നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഓൺലൈൻ പണമിടപാടുകളിലൂടെ ലഹരിക്കടത്തിന് നേതൃത്വം നൽകിയെന്ന കേസിലാണ് പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തൊട്ടി വീട്ടിൽ അഭിഷേകിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊറിയർ പാഴ്സൽ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തിയ കേസിൽ പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തൊടി വീട്ടിൽ അഭിഷേകിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 30-ന് ഹൈദരാബാദിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. 2026 ജനുവരി 24-ന് കൊമ്പൊടിഞ്ഞാമാക്കലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി ചാലക്കുടി സ്വദേശികളായ ജിത്തു വർഗീസ്, ഷൈൻ ഷിജു എന്നിവരെ ആളൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് കഞ്ചാവ് അയച്ചു നൽകിയ പ്രധാന പ്രതിയായ ഇടുക്കി തൊടുപുഴ സ്വദേശി അലർ മാത്യുവിനെയും കഴിഞ്ഞ ജൂലൈ 27-ന് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഈ കേസിലെ 1-ാം പ്രതിയായ ജിത്തു വർഗീസുമായി അഭിഷേക് ഓൺലൈൻ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. അഭിഷേകിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊറിയർ മാർഗം കഞ്ചാവ് ജിത്തു വർഗീസിന് അയച്ചു നൽകിയതെന്ന് ശാസ്ത്രീയ അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് അഭിഷേകിനെ കേസിൽ പ്രതി ചേർത്തത്. SI അമൽ ജോയ്, SI ജെയ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആളൂർ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ആളൂർ. അമേരിക്കയുടെ ആധിപത്യം ലോകത്ത് അധികനാൾ നിലനിൽക്കില്ലെന്ന് വൃന്ദ കാരാട്ട്. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധ സദസ്സിലാണ് വൃന്ദ കാരാട്ട് അമേരിക്കയുടെ വിദേശ നയത്തെ വിമർശിച്ച് സംസാരിച്ചത്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ തങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കില്ലെന്നായിരുന്നു അമേരിക്കയുടെ ധാരണയെന്ന് വൃന്ദ കാരാട്ട് പറഞ്ഞു. Today we are struggling on so many real issues facing the people. Today Kerala, I know there's a red alert in many areas because there are floods in many areas. We are facing problems in our day-to-day lives. So the question often is asked, what has imperialism got to do with it? In fact, imperialism has everything to do with our lives. എന്നാൽ ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകൾ ആ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുവെന്നും അമേരിക്കയുടെ ആധിപത്യം ശാശ്വതമല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യം പോലും ചരിത്രത്തിന്റെ ഭാഗമായെന്നും അമേരിക്കൻ സാമ്രാജ്യത്വ ഭീഷണിയും എന്നും നിലനിൽക്കില്ലെന്നും അവർ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് മറ്റ് രാജ്യങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമ്പോഴും അതിനെ ജനാധിപത്യത്തിന്റെ പേരിൽ ന്യായീകരിക്കുകയാണെന്നും അവർ വിമർശിച്ചു.
കൊടുങ്ങല്ലൂർ നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രഭാഷകൻ KT കുഞ്ഞിക്കണ്ണനും എഴുത്തുകാരൻ നിതീഷ് നാരായണനും സംസാരിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ശക്തമായ മഴയിൽ കുഴൂരിൽ തിരുത്ത ഹെൽത്ത് സബ് സെന്ററിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. സംരക്ഷണ ഭിത്തിയും മോട്ടോറും ഉൾപ്പെടെ നശിച്ചു. ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. സംഭവത്തെ തുടർന്ന് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവും കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യാറും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾസൺ കൊടിയൻ, സെലിൻ ജെയിംസ്, BK വിബീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് ഫൗസി, സോംജിത്ത് എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രാസമാലിന്യങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മനുഷ്യാവകാശ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പുത്തൻപള്ളി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് ഈഴവൻ ഉദ്ഘാടനം ചെയ്തു. PV ബ്രിജിലാൽ അധ്യക്ഷത വഹിച്ചു. സിറാജുദ്ദീൻ ചിറക്കൽ, സനീഷ്, ജെയിംസ് തെരുവിൽ, ധർമ്മരാജ്, അഷറഫ്, ഗഫൂർ വടക്കേ വീടൻ, ഇസ്മായിൽ, റൈജു കംപ്ലിക്കൻ, സുധീഷ്, ഹബീബ് എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരിയും അധ്യാപികയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ KK സുലേഖയുടെ പുതിയ പുസ്തകം സാമൂഹികതയുടെ വ്യതിരിക്തത ബഷീർ കൃതികളിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. 2026 ഫെബ്രുവരി 20 മരിച്ച സുലേഖയുടെ പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചത്. മാർച്ച് 10 പുസ്തകം പുറത്തിറങ്ങിയത്. രചയിതാവിന് കാണാൻ കഴിയാതെ പോയ ബഷീർ കൃതികളെക്കുറിച്ചുള്ള പഠനം സുലേഖയെക്കുറിച്ചുള്ള ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വികാരഭരിതമായ അന്തരീക്ഷത്തിൽ വച്ച് KN കുഞ്ഞ് മുഹമ്മദാണ് പ്രൊഫസർ VK സുബൈദയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്തത്. മരണസമയത്ത് പ്രിൻസിപ്പലായി സുലേഖ ജോലി ചെയ്തുകൊണ്ടിരുന്ന മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ ഫോർ യൂത്ത് സിയിലെ സ്റ്റാഫും വിദ്യാർത്ഥികളും ചേർന്ന് പ്രസിദ്ധീകരിച്ച സുലേഖ സ്മൃതി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സിപ്പി പള്ളിപ്പുറം നിർവഹിച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ മുൻ ഡയറക്ടർ AB മൊയ്തീൻകുട്ടി ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂർ MIT ഹാളിൽ നടന്ന ചടങ്ങിൽ AP കുഞ്ഞാമു അധ്യക്ഷത വഹിച്ചു. അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. ജമീൽ അഹമ്മദ് പുസ്തക പരിചയം നടത്തി. ഡോക്ടർ G ഉഷാകുമാരി, അഡ്വക്കേറ്റ് TK കുഞ്ഞുമോൻ, PK മഹാൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ബഷീർ പുരസ്കാരം നേടിയ ജമാൽ കൊച്ചങ്ങാടിയെ യോഗം ആദരിച്ചു. തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാ സാമഗ്രികൾ കവർച്ച ചെയ്ത മോഷ്ടാവിനെ ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്തി. ഭക്തജനങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ച കൊടുങ്ങല്ലൂർ DYSPക്കും സംഘത്തിനും തിരുവള്ളൂർ ഗ്രാമം ആദരവ് നൽകി. ക്ഷേത്രം രക്ഷാധികാരി PN രാജൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് SP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ DYSP പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ക്ഷേത്ര സമിതിയുടെയും മാതൃസമിതിയുടെയും ആദരവ് ഏറ്റുവാങ്ങി. പ്രതിയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകിയ ഗ്രാമത്തിലെ നടുമുറി സുബ്രഹ്മണ്യനെ DYSP പൊന്നാട അണിയിച്ച് ആദരിച്ചു. വാർഡ് മെമ്പർമാരായ സന്തോഷ് പുത്തേഴത്ത, മിനി തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. ഷിമ്മി ഒല്ലാശ്ശേരി, ഷീന സഗീഷ്, ധന്യ ശെൽവകുമാർ, സുരേഷ്, വത്സൻ PV എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചന്ദ്രാപിന്നിയിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. DYFI ചന്ദ്രാപിന്നി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വടംവലി മത്സരം DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സൺ ഷീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ധനുഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 18 ടീമുകൾ പങ്കെടുത്ത വടംവലി മത്സരത്തിൽ റെഡ് കിങ് കരിയോട് 1-ാം സ്ഥാനവും കിങ്സ് പറവൂർ 2-ാം സ്ഥാനവും ജനശക്തി വടശ്ശേരിപ്പുറം 3-ാം സ്ഥാനവും നേടി. മേത്തല ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു. സമഗ്ര ശിക്ഷ കേരള പദ്ധതി പ്രകാരം 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 4 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് കൗൺസിലർമാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, SSK പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരള തൃശൂർ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഇൻചാർജ് അനിതകുമാരി പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ, കൗൺസിലർമാരായ വിജയലക്ഷ്മി അജിതൻ, TS സജീവൻ, VM ജോണി, MK സഹീർ, ദേവിക KR, പ്രിയ സാവൻ,
പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് EA ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തുകൾക്ക് 2026-27 സാമ്പത്തിക വർഷം അനുവദിച്ച വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ നടപടി പിൻവലിക്കുക, സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം പിൻവലിക്കുക, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ചും ധർണയും CPI ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR സോമേഷ് ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ CK സഹജൻ അധ്യക്ഷത വഹിച്ചു. CPI കോടശ്ശേരി ലോക്കൽ സെക്രട്ടറി TR ബാബു, KV ടോമി, ശകുന്തള വത്സൻ, MK വിജയൻ, ജിജി ജോയ് എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര SHOയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ സമരക്കാരെ തടഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പുതുക്കാട് ദേശീയപാതയിൽ വാഹനാപകടം. പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. പട്ടാമ്പി സ്വദേശി മേലേതിൽ വീട്ടിൽ റിജോസ് ആണ് മരിച്ചത്. കൊറിയർ സർവീസിന്റെ മറവിൽ കഞ്ചാവ് കടത്ത് നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തൊടി വീട്ടിൽ അഭിഷേകിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശക്തമായ മഴയിൽ കുഴൂരിൽ തിരുത്ത ഹെൽത്ത് സബ് സെന്ററിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. സംരക്ഷണ ഭിത്തിയും മോട്ടോറും ഉൾപ്പെടെ നശിച്ചു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.